മഞ്ചേശ്വരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചേശ്വരമാണല്ലോ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന അവിടെ. അപ്പോൾ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2 പ്രാവശ്യം 2016 PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗാണ് ജയിച്ചത്. ഭൂരിപക്ഷം 89 ഉള്ളൂ. കേസും വഴക്കുമൊക്കെ ആയതാണ്. 2019 MC കമറുദ്ദീൻ ലീഗ് 7925 ബൈ ഇലക്ഷൻ. 21 AKM അഷ്റഫ് ലീഗ് ഭൂരിപക്ഷം 740 ചെറിയ ഭൂരിപക്ഷത്തിനാണ് മത്സരിച്ചത്. സുരേന്ദ്രൻ അവിടെ പൊതുവെ ജയിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ മഞ്ചേശ്വരത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് സുരേന്ദ്രന് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതിന് നല്ല സാധ്യതയുണ്ട്. പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് 2-3 തവണ തോറ്റാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നല്ല സ്വീകാര്യതയുണ്ട്, പരിചയമുണ്ട്. അതും പ്രധാനമുള്ളൂ. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പരാജയപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ കുറേ കൂടി സാധ്യതയുണ്ടായിരുന്നു. രണ്ടാമത്തത് ഇത്തവണ BJP കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ഇത്തവണ അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. അദ്ദേഹത്തിന് മഞ്ചേശ്വരത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ തുല്യ നിലയിൽ ലീഗ് സ്ഥാനാർത്ഥിയുമായിട്ട് മത്സരമുണ്ട്. പക്ഷേ ജയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ തന്നെ മഞ്ചേശ്വരം കഴിഞ്ഞാൽ കാസർഗോഡ് ലീഗ് സ്ഥാനാർത്ഥിക്കായിരിക്കും എപ്പോഴും മുൻകൈ. കാരണം അത് കുറച്ചുകൂടി മുസ്ലിം കൂടുതലുള്ള സ്ഥലമാണ്. കല്ലത്ര മായിൻ ഹാജിയാണ് UDF സ്ഥാനാർത്ഥിയാണ് വരുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് നല്ല മെജോറിറ്റി. ആദ്യം 2016 8600 ഉണ്ട്. 2021 12901 വോട്ടെടുപ്പിട്ടുണ്ട്. പുതുമയിൽ ആരായിരിക്കും വരാൻ സാധ്യത? പുതുമ LDFന്റെ കാഞ്ഞങ്ങാട് എല്ലാം LDFന്റെ സീറ്റാണ്. പിന്നെ തൃക്കരിപ്പൂരാണ്. പിന്നെ ഇപ്പോൾ ആളുകൾ ചർച്ച എന്നൊരു നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിക്കുന്നുണ്ട്. അവിടെയും വലിയ അട്ടിമറിക്കൊന്നും സാധ്യത എനിക്ക് തോന്നുന്നു. CPM കോട്ടയാണ്. നായനാർ മത്സരിച്ചിരുന്ന സീറ്റാണ്. മനസ്സിലായില്ല. അപ്പോൾ തൃക്കരിപ്പൂര് ഒരിക്കലും സന്ദീപ് വാര്യർ അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ പണ്ട് തലശ്ശേരിയിൽ രാജ്മോഹൻ മത്സരിച്ച പോലെ റോളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. തൃക്കരിപ്പൂരൊന്നും രക്ഷയില്ല. അവിടെ LDFന്റെ ഡോക്ടർ VPP മുസ്തഫ സിംഹം ചാനൽ കുറനാൾ അദ്ദേഹം ചാനൽ ചർച്ചകൾ സജീവമായിരുന്നു. ഗോവിന്ദമാഷിന്റെ PS ആയിരുന്നു. എനിക്കറിയാം കുറച്ച് ആള്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് CPIയുടെ സീറ്റാണ്. ചന്ദ്രശേഖരൻ മത്സരിച്ചാണ്. 2 പ്രാവശ്യവും ചന്ദ്രശേഖരൻ മത്സരിച്ച് ജയിച്ചാണ്. നല്ല 26,000-27,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഇപ്രാവശ്യവും LDF ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജയശങ്കർ CPI ബന്ധമുണ്ടോ? മെമ്പർഷിപ്പ് കളഞ്ഞില്ല. അവര് ഇടയ്ക്കൊന്ന് തിരിച്ചു തന്നു തോന്നുന്നു. ആരോ വീട്ടിൽ കൊടുത്തയച്ചെന്നൊക്കെ ഞങ്ങൾ പത്രക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചായിട്ട് ഓർക്കുന്നു. അതാണ് കാസർഗോഡിൻ്റെ ഒരു സ്ഥിതി.